ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട യൂണിക്കോൺ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് ഓയിൽ കുറഞ്ഞു പോകുന്ന കംപ്ലയിൻ്റ് ആയിട്ടാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതും പ്രകാരം നമ്മൾ സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്തായിരുന്നു. അപ്പോൾ നിലവിൽ കംപ്ലയിൻറ്റ് സിലിണ്ടർ പിസ്റ്റനാണ് പ്രോബ്ലം കേട്ടോ. പിസ്റ്റൺ സിലിണ്ടറൊക്കെ അത്യാവശ്യം തേയ്മാനമുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ വീഡിയോയിൽ കൃത്യമായിട്ട് കിട്ടുമെന്നറിയില്ല. അതിൻ്റെ ഉള്ളിലുണ്ട് അത്യാവശ്യം ആ കാണുന്ന സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ സിലിണ്ടർ പിസ്റ്റൺ നമുക്ക് എന്തെങ്കിലും ചേഞ്ച് ചെയ്യണം. പിന്നെ ഈ ക്യാം ഷാഫ്റ്റിൻ്റെ ഈ ഒരു ബെയറിങ്ങും ചെറിയ പ്ലേ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബെയറിങ്ങും ഈ ക്യാം ഷാഫ്റ്റ് ഫുള്ളായിട്ട് മാറണ്ട. നമുക്ക് ഈ 2 ബെയറിങ്ങും ലെയ്ത്തിൽ കൊടുത്താൽ മാറ്റി കിട്ടും. കാരണം നമുക്ക് ലെയ്ത്തിലേക്ക് ഹെഡ് എന്തെങ്കിലും ലെയ്ത്തിൽ കൊടുക്കണം. കാരണം വെച്ചാൽ ഇതിൻ്റെ ഈ എക്സോസ്റ്റ് വാൽവ് ഉണ്ടല്ലോ, എക്സോസ്റ്റ് വാൽവിൻ്റെ ഗൈഡിന് ഇത്രയും പ്ലേ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഗൈഡ് നമ്മൾ മാറ്റിയിട്ട് വേണം പുതിയ വാൽവ് ഇടാനായിട്ട്. വാൽവ് എന്തെങ്കിലും രണ്ടെണ്ണം മാറണം. കാരണം ഏകദേശം നമുക്കൊരു 80 കിലോമീറ്റർ ഓടിയുണ്ട്. ഏകദേശം 1,00,000 കിലോമീറ്ററിൻ്റെ അടുത്ത് ആയിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തെങ്കിലും വാൽവ് നമുക്ക് മാറ്റിയിടാം. മാറ്റുമ്പോൾ സമയത്ത് അതിൻ്റെ ഉള്ളിലുണ്ട് ആ വാൽവ് ഇറങ്ങി പോണ ഭാഗമാണ് വാൽവ് ഗൈഡ് എന്ന് പറഞ്ഞു വേണ്ടിയിട്ട്. അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് വർക്ക് ചെയ്ത് തേയ്മാനം വന്നിട്ടുണ്ട്. ഇൻലെറ്റ് വാൽവിൻ്റെ അത്രയാണ് പ്രോബ്ലം ഇല്ല. എക്സോസ്റ്റാണ് കൂടുതൽ കംപ്ലയിൻറ്റ് തോന്നണം കേട്ടോ. അപ്പോൾ അത് നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് തരണം. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് എഞ്ചിൻ്റെ ഓയിൽ നമുക്ക് എന്തെങ്കിലും മാറണം. ഓയിൽ മാറ്റി നമുക്ക് പുതിയത് ഫില്ല് ചെയ്യണം. പിസ്റ്റണിൻ്റെ തേയ്മാനം നോക്കുമ്പോൾ അറിയാം. ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം തീരെ മോശം എന്ന് പറയാവുന്ന കണ്ടീഷനിലേക്ക് ആയില്ല. എന്നാൽ പോലും തേയ്മാനമുണ്ട്. ഓയിൽ ഫേസിലേക്ക് കയറി വരുന്നുണ്ട്. പിസ്റ്റണിൻ്റെ ടോപ്പിൽ ഈ ഒരു നനവോട് കൂടിയിട്ടുള്ള ഓയിൽ മയം കണ്ടോ. അതാ അങ്ങനെയാണ് ആ ലെവൽ കുറഞ്ഞു പോകുന്നത് കേട്ടോ. പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ എഞ്ചിൻ്റെ സംബന്ധമായിട്ട് എഞ്ചിൻ്റെ മെയിൻ ഷാഫ്റ്റിൻ്റെ ആ ഭാഗത്തോ ബെയറിങ്ങോ കാര്യങ്ങളോ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും നമുക്ക് തോന്നണില്ല. പക്ഷെ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുമ്പോണ്ടല്ലോ ഇത് ഇവിടെ ശ്രദ്ധിക്കുക. ഇത് ഈ ഭാഗത്തായിട്ട് നോക്കിക്കോളൂ കേട്ടോ. ഈ കണക്ട് റോഡാണത്. കണക്ട് റോഡിൻ്റെ ആ ഭാഗത്തേക്ക് ഒന്ന് സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അവിടെ ഒരു പ്ലേ കാണുന്നുണ്ട്. ഇത്രയും പ്ലേ ഉണ്ട് കണ്ടോ. ഇത്രയും പ്ലേ അതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നിലവിൽ വേറെ പ്രശ്നമൊന്നുമില്ല. ഒന്നുമല്ല നമുക്ക് ആ വേർഡ് ചെയ്ത് കളയാം. പക്ഷേ എന്ന് വെച്ചാൽ നമുക്ക് അതിനകത്തൊരു റിസ്ക് നിൽക്കണം. എന്താ വെച്ചാൽ ഈ ഷാഫ്റ്റിൻ്റെ ഈ പ്ലേ നിലവിൽ കൂടുതലാവുകയോ ആ ബെയറിങ്ങിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരികയോ ചെയ്താൽ നമ്മളിപ്പോൾ സെറ്റ് ചെയ്യാൻ പോകുന്ന ഈ സിലിണ്ടർ പിസ്റ്റൺ ഐറ്റംസൊക്കെ വീണ്ടും ഡാമേജിലേക്ക് പോകും. അപ്പോൾ അതിന് കറക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് അഴിച്ചിട്ട് ഇതിൻ്റെ ഈ സൈഡ് ഈ കണക്ട് റോഡിൻ്റെ ബെയറിങ്ങും ക്രാങ്കിൻ്റെ സൈഡ് ബെയറിങ്ങും മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യാനുള്ള മെച്ചം എന്ന് വെച്ചാൽ കണ്ണടച്ച് നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. കാരണം എന്ന് വെച്ചാൽ ഒരു കാരണവശാലും കംപ്ലയിൻറ്റ് വരില്ല എന്നുള്ള 100% നമുക്ക് ഗ്യാരണ്ടി പറയാം. ഇതിപ്പോൾ നമുക്ക് സിലിണ്ടർ മാത്രം മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ കംപ്ലയിൻറ്റ് മാറും. പക്ഷേ ഈ ഒരു പ്ലേ ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങോട്ട് ഒരു 100% കണ്ണടച്ച് അങ്ങോട്ട് വിടാൻ പറ്റില്ല. കാരണം ഒരു വർഷേ നമുക്ക് ഈ ഐറ്റത്തിന് ഈ പറയുന്ന യൂണിറ്റിനും ഈ പറഞ്ഞ പഴക്കവും ഉണ്ട്. വണ്ടി അത്ര ഓടിയിട്ടുള്ള തേയ്മാനം എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. ആ തേയ്മാനം ഉള്ളത് കൊണ്ട് ഒരു പക്ഷേ കംപ്ലയിൻറ്റ് വന്നാൽ നമ്മൾ ഈ ചെയ്യുന്ന പണി നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ കൂടെ നമുക്ക് അത്ര ലോസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് പറയാം. കാരണം വെച്ചാൽ ഇതിപ്പോൾ നമുക്ക് ഏകദേശം ഇത്രയും ചെയ്യുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ രീതി എസ്റ്റിമേറ്റ് പ്രകാരം നമുക്കൊരു 7 രൂപ 8 രൂപയുടെ ഉള്ളിലാണ് സാധാരണ വരാറ്. അപ്പോൾ അത് പ്രകാരം നമുക്ക് കറക്റ്റില്ല. ഇതിലൊക്കെ പോയി വരുമ്പോഴാണ് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഈ ക്യാം ചെയ്യുന്നുണ്ടല്ലോ എഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ ഈ ചെയിനും അതിൻ്റെ ടെൻഷനറും കൂടി നമുക്കൊന്ന് മാറ്റിയിടണം കേട്ടോ. കാരണം ഈ പാഡും ടെൻഷനറൊക്കെ കാരണം വെച്ചാൽ നമ്മൾ വണ്ടി ഇങ്ങനെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ല. അതിന് കുറച്ച് ഓടിക്കുമ്പോൾ ഒരു ചെറിയൊരു ചിലമ്പോൾ വണ്ടി കൊണ്ടുവന്നൊക്കെ നിർത്തുന്ന സമയത്ത് ഓടിക്കൊണ്ടിരിക്കുമ്പോഴും നമുക്ക് അറിയാൻ പറ്റില്ല. വണ്ടി നിർത്തുന്ന സമയത്ത് എഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു ചിലമ്പൽ പോലത്തെ ഒരു സൗണ്ട് കാണിക്കുന്നുണ്ട്. അത് ഇതിൻ്റെയൊക്കെയാണ്. അപ്പോൾ അത് കൂട്ടത്തിൽ കൂടെ നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് കളയാം. അപ്പോൾ ഈ ക്രാങ്കിൻ്റെ കേസ് ഈ ക്രാങ്കിൻ്റെ കണക്റ്റിംഗ് റോഡിൻ്റെ കംപ്ലയിൻറ്റ് ആ കാണിക്കുന്ന പ്ലേയുടെ കേസിൽ ഒരു റിസ്ക് ഉണ്ട്. അപ്പോൾ ആ റിസ്ക് ഒഴിവാക്കിയിട്ടാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മളത് ഫുള്ളായിട്ട് അഴിച്ച് നമ്മൾ റീസെറ്റ് ചെയ്യണം. അപ്പോൾ ഇച്ചിരി കോസ്റ്റ് കൂടും. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നോക്കിയിട്ടൊന്ന് പറയുകയാണെങ്കിൽ അതടക്കം ചെയ്യണോ ഇനി അതല്ലെങ്കിൽ ഇപ്പോൾ തൽക്കാലം ഈ കംപ്ലയിൻറ്റ് ചെയ്തിട്ടാൽ മതിയോ. അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നോക്കിയിട്ടൊന്ന് പറയണം. പിന്നെ കൂട്ടത്തിൽ നമ്മളതിൻ്റെ കാർബറേറ്റർ യൂണിറ്റൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ആക്കും. അതിൻ്റെ വാക്യൂം പിസ്റ്റൻ്റെ കണ്ടീഷനൊക്കെ നമ്മൾ നോക്കുമ്പോൾ വാക്യൂം പിസ്റ്റൻ തേയ്മാനം ഉണ്ട്. ഇതിനകത്ത് അത്യാവശ്യം തേയ്മാനം കാണുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽട്ടർ അതൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ റീസെറ്റ് ചെയ്യുള്ളൂ കേട്ടോ. എയർ ഫിൽട്ടർ ക്ലീനിങ് അല്ല, എയർ ഫിൽട്ടർ അത്യാവശ്യം പഴക്കം വന്നിട്ടുണ്ട്. നമ്മൾ മാറ്റി പുതിയത് കിട്ടും കേട്ടോ. കാരണം ഏകദേശം ഇത്ര തന്നെ അഴുക്കുണ്ട് അതിനകത്ത്. അപ്പോൾ അതും കൂടി മാറ്റി കിട്ടും നമുക്ക്. അപ്പോൾ ഞാനിപ്പോൾ നിലവിൽ എഞ്ചിൻ്റെ ഈ ക്രാങ്കുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് ഇല്ലാതെ കൊണ്ട് ഏകദേശം നമുക്കൊന്ന് റഫായിട്ടൊന്ന് എസ്റ്റിമേറ്റ് ഇട്ട് നോക്കാം ഏകദേശം എത്ര വരും എന്നുള്ള കേസ്. അതിന് നോക്കിയിട്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം. ഇനി അതല്ല ഫുള്ളായിട്ടാണ് ആ കണക്ടറോട് അടക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് പറയാം. നമ്മളതടക്കമുള്ളൊരു എസ്റ്റിമേറ്റ് അഡീഷണൽ ഞാൻ എസ്റ്റിമേറ്റ് ഇട്ടിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കൂടി ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായിട്ടുള്ളൊരു ധാരണ നമുക്കൊന്ന് പറഞ്ഞാൽ അപ്പോൾ അതും പ്രകാരം നമുക്ക് ക്ലിയർ ചെയ്യാം. നമ്മളെങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ അതും പ്രകാരം നമ്മൾ ചെയ്തു തരാം കേട്ടോ.